ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ഷെയർ ക്യാപിറ്റൽ, അതേപോലെ തന്നെ ESOP എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷനെയൊക്കെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ടേംസ് ആണ്. അതിൻ്റെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇഷ്യൂ ഓഫ് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ. ഇഷ്യൂ ഓഫ് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് റൂൾ 12 ഇതേക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പറയുന്നത് സ്റ്റോക്ക് ഓപ്ഷൻ ആർ ദ ബെനിഫിറ്റ് ഓഫൺ അസോസിയേറ്റഡ് വിത്ത് സ്റ്റാർട്ടപ്പ് കമ്പനീസ് വിച്ച് മേ ഇഷ്യൂ ദം ഇൻ ഓർഡർ ടു റിവാർഡ് early employees when and if their companies goes to public. They are awarded by the some fast-growing companies as an incentives of employees to work towards growing the value of companies' shares. That means stock option, employee stock option. That means എന്താണ്, ഒരു കമ്പനി അവരുടെ ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ കമ്പനിയിലുള്ള എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യും. കമ്പനിയിലുള്ള എംപ്ലോയീസ് ആരെങ്കിലും ഷെയർസ് ബൈ ചെയ്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് പബ്ലിക്കിലേക്ക് ഗോസപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത് സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് സ്റ്റാർട്ടപ്പ് കമ്പനീസൊക്കെ പുതിയ പബ്ലിക്കിലേക്ക് പുതിയ ഷെയർസൊക്കെ ഇഷ്യൂ ചെയ്യും. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന കേസസിൽ ഫസ്റ്റ് തന്നെ അവർ എംപ്ലോയീസിൻ്റെ അടുത്തായിരിക്കും ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുക. ബാക്കി എംപ്ലോയീസ് എടുത്തിട്ട് ബാക്കി എന്തെങ്കിലും ഷെയർസ് പെൻഡിങ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ അത് പബ്ലിക്കിലേക്ക് കൊടുക്കുള്ളൂ. They are awarded by some fast-growing companies as on incentives for employees to work towards growing value of company shares. അതായത് ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള കമ്പനീസൊക്കെ എംപ്ലോയീസിന് ഇൻസെൻറ്റീവ്സിന് പകരമായിട്ട് ഷെയർസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ എംപ്ലോയീസിന് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷമായിരിക്കും എംപ്ലോയീസിന് ഈ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുക. അതാണ് പറയുന്നത് ഇഷ്യൂ ഓഫ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ഹാസ് ബീൻ അപ്രൂവ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി ബൈ പാസിംഗ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ദ ഫോളോയിങ് ഫർദർ എക്സ്പ്ലനേഷൻസ് ആർ ഗിവൺ ടു ദ റൂൾസ്. അതായത് എംപ്ലോയീസിന് ഈ സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഷെയർ ഹോൾഡേഴ്സ് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടായിരിക്കണം. അതിന് ശേഷം മാത്രമായിരിക്കും ഈ എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതെന്തൊക്കെയാണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് എംപ്ലോയി മീൻസ് എ പെർമനൻറ്റ് എംപ്ലോയി ഓഫ് ദ കമ്പനി ഹു ഹാസ് ബീൻ വർക്ക്ഡ് ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമനൻറ്റ് എംപ്ലോയീസ് ആയിരിക്കണം. എംപ്ലോയി മീൻസ് പെർമനൻറ്റ് എംപ്ലോയി ഓഫ് ദ കമ്പനി. ആ കമ്പനിയുടെ പെർമനൻറ്റ് എംപ്ലോയി ആയിരിക്കണം. ആൾ ഇന്ത്യയിലോ ഔട്ട്സൈഡ് ഇന്ത്യയിലോ വർക്ക് ചെയ്യുന്നതായാലും പ്രോബ്ലം ഇല്ല, പക്ഷേ ഹീസ് എ പെർമനൻറ്റ് എംപ്ലോയി ഓഫ് ദ കമ്പനി. The second point is a director of the company, whether a whole-time director or not, by excluding an independent director. അതായത് ഡയറക്ടർ ആയിരിക്കാം, ഡയറക്ടർ ഓഫ് ദ കമ്പനി ആയിരിക്കാം. ആളെങ്ങനെയുള്ളതായിരിക്കണം, ഹോൾ ടൈം ഡയറക്ടർ ആയിരിക്കണം. നോട്ട് എക്സ്ക്ലൂഡിങ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ആൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കരുത്. ഡയറക്ടർ ഹോൾ ടൈം ഡയറക്ടർ ആയിരിക്കുന്ന ആൾക്കും ഈ ഷെയർസ് നമുക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. തേർഡ് കാറ്റഗറി വരുന്നതാണ് ആൻ എംപ്ലോയി ഓഫ് എ സബ്സിഡറി ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ ഓഫ് എ ഹോൾഡിംഗ് കമ്പനി ഓഫ് ദ കമ്പനി ഓർ അസോസിയേറ്റ് കമ്പനി ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്. അതായത് എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സിഡറി എംപ്ലോയീസ് ആയിരിക്കും. അത് ഇന്ത്യയിലുള്ളത് ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ളതായിരിക്കാം. പക്ഷേ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത രണ്ട് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻ എംപ്ലോയി ഹൂസ് എ പ്രൊമോട്ടർ ഓർ പേഴ്സൺ ബിലോങ്ങിങ് ടു ദ പ്രൊമോട്ടർ ഗ്രൂപ്പ്. അതായത് ആ എംപ്ലോയി പ്രൊമോട്ടറോ അല്ലെങ്കിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിലുള്ള ഒരു പേഴ്സണോ ആണെങ്കിൽ ആൾക്ക് ഈ എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് എംപ്ലോയീസ് സബ്സിഡറി എംപ്ലോയീസ് ആയിക്കോട്ടെ, പക്ഷേ ആൾ പ്രൊമോട്ടർ ഗ്രൂപ്പിലുള്ള ആളോ ആണെന്നുണ്ടെങ്കിൽ ആൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യില്ല. നെക്സ്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് എ ഡയറക്ടർ ഹു ഐദർ ഹിംസെൽഫ് ഓർ ത്രൂ ഹിസ് റിലേറ്റീവ് ഓർ ത്രൂ എനി ബോഡി കോർപ്പറേറ്റ് ഡയറക്ട്ലി ഇൻഡയറക്ട്ലി ഹോൾഡ് മോർ ദാൻ 10% ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ദ കമ്പനി. അതായത് ഇപ്പോൾ ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ആൾ ഏതെങ്കിലും ബോഡി കോർപ്പറേറ്റിൻ്റെ റിലേറ്റീവോ ആണെന്നുണ്ടെങ്കിൽ, അത് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ റിലേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിലോ, അതേപോലെ തന്നെ മോർ ദാൻ 10% ഔട്ട്സ്റ്റാൻഡിങ് ഇക്വിറ്റി ആളുടെ ഹാൻഡിലുണ്ടെങ്കിലോ നമുക്ക് ആൾക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഇക്വിറ്റി സ്റ്റോക്ക് ഓപ്ഷൻ ആൾക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല.
അതായത് ആൾ ഡയറക്ടറോ അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ അല്ലെങ്കിൽ ബോഡി കോപ്പറേറ്റിൻ്റെ റിലേറ്റീവ് ആണെങ്കിലോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ തേർഡ് പേഴ്സണേജ് ഔട്ട്സ്റ്റാൻഡിങ് ഇക്വിറ്റി ഷെയർസ് ആളുടെ ഹാൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിലോ നമുക്ക് ഈ എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്രയുമാണ് ഇഷ്യൂ ഓഫ് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമിൽ പറയുന്നത്. ഇത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് റൂൾ 12 നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് സെബിയുടെ ബുക്ക് ബിൽഡിംഗ്. Book building is an international practice which refers to collecting orders from investment bankers as a large investors based on the indicative price range. According to Work Group of Companies Act 1997, book building is an international practice which refers to collecting order from investment bankers as a large investors based on an indicative price range. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുക, ക്യാപ്ചർ ചെയ്യുക, അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യുക ഇൻവെസ്റ്റേഴ്സ് ഡിമാൻഡിനനുസരിച്ചുള്ള ഷെയർസ് പബ്ലിക് ഓഫേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ എന്നിട്ടാണ് സെക്യൂരിറ്റീസിനെ കുറിച്ചും അതേപോലെ തന്നെ എഫിഷ്യൻറ്റ് പ്രൈസ് ഡിസ്കവറിനെ കുറിച്ചൊക്കെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ക്യാപ്ചർ ചെയ്യുന്ന റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബുക്ക് ബിൽഡിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ്, ക്യാപ്ചർ ആൻഡ് റെക്കോർഡിംഗ് ദ ഇൻവെസ്റ്റർ ഡിമാൻഡ് ജനറേറ്റ് ചെയ്യുകയും ക്യാപ്ചർ ചെയ്യുകയും റെക്കോർഡിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫോർ ഷെയർസ് ഡ്യൂറിങ് ദ ഇനീഷ്യൽ പബ്ലിക് ഓഫർ മുഖേന ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡിമാൻഡ് ജനറേറ്റ് ചെയ്യുക, ക്യാപ്ചർ ചെയ്യുക, റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിൻലി കൺസിഡർ ചെയ്യുന്നത് എഫിഷ്യൻറ്റ് പ്രൈസ് ഡിസ്കവറി, അതായത് മെയിൻലി സപ്പോർട്ടഡ് എഫിഷ്യൻറ്റ് പ്രൈസ് ഡിസ്കവറി. അപ്പോൾ ഇനീഷ്യൽ പബ്ലിക് ഓഫർ വെച്ചിട്ട് എങ്ങനെയാണ് പബ്ലിക്ക് ഏത് പ്രൈസ് റേഞ്ചിലാണ് ഷെയർസ് ബൈ ചെയ്യാനുള്ളതൊക്കെ അത് നോക്കിയിട്ട് ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡിമാൻഡ് അനലൈസ് ചെയ്തൊരു പ്രോസസ്സാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ബുക്ക് ബിൽഡിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ്, ക്യാപ്ചറിംഗ് ആൻഡ് റെക്കോർഡിംഗ് ഇൻവെസ്റ്റേഴ്സ് ഡിമാൻഡ് ഫോർ ഷെയറിംഗ് ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ പബ്ലിക് ഓഫർ IPO or other securities during issuance of process in order to support efficient price discovery. ബുക്ക് ബിൽഡിംഗ് നമുക്ക് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഏതെങ്കിലും നോട്ടീസ് മുഖേന, സർക്കുലർ മുഖേന, അഡ്വർടൈസ്മെൻറ്റ് പോലെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് ചെയ്യാം. അതായത് പബ്ലിക്കിൽ നിന്ന് നമ്മൾ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ പബ്ലിക്കിലേക്ക് നമ്മൾക്ക് ഈ ഡീറ്റെയിൽസ് എത്തിക്കേണ്ടത് ഒന്നില്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് വഴി, നോട്ടീസ് വഴി, അങ്ങനെ ഏത് രൂപയുടെ വേണമെങ്കിലും നമ്മൾക്ക് പബ്ലിക്കിലേക്ക് ഈ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബുക്ക് ബിൽഡിങ്ങിൻ്റെ പ്രോസസ്സാണ്. ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ദ ഇഷ്യൂർ ഹു പ്ലാനിങ് ആൻഡ് ഓഫർ നോമിനേറ്റ് ലീഡ് മെർക്കൻറ്റൈൽ ബാങ്ക്സ് ആസ് എ ബുക്ക് റണ്ണേഴ്സ്. അതായത് ഇഷ്യൂർ ഏത് മാർക്കറ്റ് ബാങ്കിനെ ഉദ്ദേശിച്ചിട്ടാണോ നമ്മൾ ഓഫർ നടത്തുന്നതെന്നുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇഷ്യൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ പറയുന്നത് ദ ഇഷ്യൂർ സ്പെസിഫൈ ദ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ടു ബി ഇഷ്യൂഡ് ആൻഡ് പ്രൈസ് ബാൻഡ് ഫോർ ദ ബിഡ്സ്. ഇഷ്യൂർ സ്പെസിഫൈ ദ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ടു ബി ഇഷ്യൂഡ്, അതായത് ഇഷ്യൂവർ എത്ര നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ അതിൻ്റെ പ്രൈസ് ബാൻഡും കൂടി ഇതിനകത്ത് ബൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതായത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ദ ഇഷ്യൂവർ ഓൾസോ അപ്പോയിൻറ്റ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് വിത്ത് ദ ഹൂം ഓർഡർ ആർ ടു ബി പ്ലേസ്ഡ് ബൈ ദ ഇൻവെസ്റ്റേഴ്സ്. അതായത് ആ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ആരാണോ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ആളെ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇഷ്യൂവർ ഓൾസോ അപ്പോയിൻറ്റഡ് എ സിൻഡിക്കേറ്റ് മെമ്പർ വിത്ത് ഹൂം ഓർഡർ ആർ ടു ബി പ്ലേസ്ഡ് ബൈ ദ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ഒരു സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ദ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ഇൻപുട്ട് ദ orders into the electronic book. This process is called binding and similar open auction. സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ഈ ഓർഡേഴ്സ് ഇലക്ട്രോണിക് ബുക്കിൽ എൻട്രി ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് ഓപ്ഷൻ, അതായത് ലേലം വിളിക്കുന്ന സമയത്ത് ഇത് ഓപ്പണും ആയിരിക്കണം. ഇങ്ങനെ ഈ ഇലക്ട്രോണിക് ബുക്കിൽ ഇൻപുട്ട് ചെയ്തതിന് പറയുന്ന പേരാണ് ബൈൻഡിങ്.
അപ്പോൾ സിൻഡിക്കേറ്റ് മെമ്പർ ഇൻപുട്ട് ഓർഡേഴ്സ് ഇൻ ടു ദ ഇലക്ട്രോണിക് ബുക്ക്. സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ഓർഡേഴ്സൊക്കെ ഇലക്ട്രോണിക് ബുക്കിൽ എൻറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ എൻറ്റർ ചെയ്ത പ്രോസസ്സിനെ പറയുന്നതാണ് ബൈൻഡിങ്. ഇത് അതേപോലെ തന്നെ ഓപ്ഷൻ്റെ ടൈമിൽ ഇത് ഓപ്പൺ ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ദ ബുക്ക് നോർമലി റിമെയിൻസ് ഓപ്പൺ ഫോർ ദ പീരീഡ് ഫോർ 5 days. ഈ ബുക്സ് നമ്മൾ പറഞ്ഞ ഇലക്ട്രോണിക് ബുക്സിൽ നമ്മൾ എൻറ്റർ ചെയ്ത് ഇത് 5 ഡേയ്സിലായിരിക്കും ഇത് ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കും. 0 to 5 days വരെയായിരിക്കും ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് പറയുന്നതാണ് ബൈൻഡ്സ് ഹാസ് ടു ബി എൻറ്റർഡ് വിത്ത് ദ സ്പെസിഫൈഡ് പ്രൈസ് ബ്രാൻഡ്. അതായത് ഈ ബൈൻഡ്സിൽ ഒരു സ്പെസിഫൈഡ് പ്രൈസ് ബ്രാൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ റേഞ്ചിനുള്ള പ്രൈസ് ആയിരിക്കണം ഇതിൻ്റെ അകത്ത് ബൈൻഡ് ചെയ്യേണ്ടത്. ആ പ്രൈസ് ബ്രാൻഡിലായിരിക്കണം ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എൻറ്റർ ചെയ്തിരിക്കേണ്ടത്. നെക്സ്റ്റ് പറയണത് ബൈൻഡ്സ് ക്യാൻ ബി റിവൈസ്ഡ് ബൈ ദ ബൈൻഡേഴ്സ് ബിഫോർ ദ ബുക്സ് ക്ലോസ്. ബൈൻഡ്സ് ക്യാൻ ബി റിവൈസ്ഡ് അതായത് ഈ ബൈൻഡ്സ് നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ബുക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുന്നിൽ നമ്മൾ ഈ റിവൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ അകത്ത് പറഞ്ഞ് ഇൻവെസ്റ്റേഴ്സ് ഓരോ എമൗണ്ട് ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ആ ബൈൻഡ് ചെയ്ത എമൗണ്ട് റിവൈസും ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഒരു ബുക്ക് ബിൽഡിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഷെയർസിൽ പറയുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 81 ഓഫ് ദ കമ്പനീസ് ആക്ട് 2030 സെക്യൂരിറ്റീസ് മീൻസ് ദ സെക്യൂരിറ്റീസ് ആസ് ഡിഫൈൻഡ് ഇൻ ക്ലോഷൻ ബി സെക്ഷൻ 3 ഓഫ് ദ സെക്യൂരിറ്റി റെഗുലേറ്ററി ആക്ട് 1956. In response to the public offer, by providing all details of the company in the prospectus, the company received the application for the shares along with the application money either at the registered office of the company or by the banker. അപ്പോൾ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസിൽ പറയുന്നത് എ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി ഈസ് നോട്ട് ആൻ ഓഫർ, ഇറ്റ് ഈസ് എ കോൺട്രാക്ച്വൽ സെൻസ് ബട്ട് നേംലി ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഇതൊരു ഓഫറല്ല, പക്ഷേ ഒരു കോൺട്രാക്ച്വൽ സെൻസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഇൻവിറ്റേഷൻ ഓഫറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ എ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി ഈസ് നോട്ട് ഫോർ ആൻ ഓഫർ. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തത് ഒരു ഓഫറായിട്ടല്ല, പക്ഷേ നമ്മൾ ആ ഒരു കോൺട്രാക്റ്റ് എന്നുള്ളൊരു സെൻസിലെടുക്കുമ്പോൾ ഇതൊരു ഇൻവിറ്റേഷൻ ഓഫറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് പറയുന്നത് the board of directors are accept the offer or rejected it. If the offer is accepted by the company by making the allotment of shares, if the result is valid and binding contract between the applicant and company, the applicant become a shareholder of the company. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കണം ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. ഇതിനകത്ത് പറയുന്നത് ഇഫ് ദ ഓഫർ ഈസ് ആക്സെപ്റ്റഡ് ബൈ ദ കമ്പനി ഓഫർ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബൈ മേക്കിംഗ് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ഇൻ ദ റിസൾട്ട് വാലിഡ് ആൻഡ് ബൈൻഡിങ് കോൺട്രാക്ട് വിത്ത് ദ അപ്ലിക്കൻ്റ് ആൻഡ് കമ്പനി. അതായത് ഇങ്ങനെ ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് പ്രൊവൈഡ് ചെയ്യണം. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാലിഡ് ആൻഡ് ബൈൻഡിങ് കോൺട്രാക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ബൈൻഡിങ് കോൺട്രാക്ട് ബിറ്റ്വീൻ കമ്പനി ആൻഡ് പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സ്. അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയും ആ പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിനെ പറയുന്നതാണ് ബൈൻഡിങ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ഈസ് എ ബൈൻഡിങ് കോൺട്രാക്ട് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി. അപ്പോൾ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കമ്പനി അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അങ്ങനെ പ്രോസ്പെക്റ്റീവായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യാണ് കമ്പനിയുടെ ഷെയർസ് ടേക്കൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ അലോട്ട്മെൻറ്റിൻ്റെ കേസസിൽ അവർ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ട്. ഇങ്ങനെ ഓഫർ ആക്സെപ്റ്റ് ചെയ്ത ടൈമിൽ അവരൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യും. അങ്ങനെ ഈ ഒരു കോൺട്രാക്റ്റ്, അതായത് കമ്പനിയും ആ പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് ബൈൻഡ് ചെയ്യുന്നുണ്ട്. ആ ബൈൻഡ് ചെയ്ത കോൺട്രാക്റ്റിനെ പറയുന്നതാണ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന്. വീഡിയോ കുറച്ച് ലെങ്തായി പോകും, അതുകൊണ്ട് മിസ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഇന്നത്തെ ടോപ്പിക്ക് കുറച്ചും കൂടി ഉണ്ട്, അത് ഇട്ട് തരാം കേട്ടോ.